മനുഷ്യരെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമോ? മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കാത്തത്? വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരെ സഹായിക്കാൻ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരിന് എങ്ങനെയാണ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുക? ഇന്ന് കേരളം വന്യജീവികളെ കൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. വന്യമൃഗ സംരക്ഷണം ഒരു കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റും ഇടതുപക്ഷ ഗവൺമെന്റും ഒക്കെ വന്യമൃഗങ്ങളെ സംരക്ഷിച്ച നാടാ. ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നു. 6 വർഷം ഞാൻ മന്ത്രിയായി നിന്നിട്ടുണ്ട്. ഈ 6 വർഷവും ഞങ്ങൾ മൃഗങ്ങളെ സംരക്ഷിക്കാൻ ഭരിച്ചവരാ. ഞങ്ങൾ മൃഗങ്ങൾക്ക് സംരക്ഷണം, മൃഗങ്ങൾക്ക് എല്ലാ പരിരക്ഷയും നൽകിക്കൊണ്ടാണ് നമ്മളൊക്കെ ഭരിച്ചത്. ആ നാട് ഇന്ന് വന്യമൃഗങ്ങൾ ഈ നാടിന്റെ അന്തകന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ, അതിന് നേർവഴിക്ക് കൊണ്ടുപോകാൻ ഒരു സർക്കാർ വേണ്ടേ? ഉണ്ടോ ഇവിടെ ഒരു സർക്കാർ? ഞാൻ ഈ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ നമുക്കറിയാം, ആനയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ടതായിട്ടില്ല. ആനയെല്ലാം ചവിട്ടി പൊളിച്ച് അകത്ത് കിടക്കുന്ന പാർട്ടിയാണ്. ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തി. ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ തീരുമാനമെടുത്തു. ഇലക്ട്രിക് ഫെൻസിങ്, എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിങ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ആക്കി കേരളത്തിൽ. പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസിങ് എത്തിയതിനു ശേഷം ആന ഒന്നും കടന്നു പോകൂല.